നമുക്ക് ഈ മഴ വെച്ചിട്ട് ഒരു കുടപ്പം വെട്ടിയെടുത്താലോ? ഇതൊരു കുഞ്ഞു കുടപ്പം നിൽപ്പുണ്ട്, വെട്ടിയെടുക്കാം കേട്ടോ. അയ്യോ, ഇത് മുറിക്കാൻ പറ്റുള്ളല്ലോ. ഞാനിത് ഉണ്ടാക്കിക്കണ പ്ലാസ്റ്റിക് ബോട്ടിലും കൊണ്ടും പേപ്പറും കൊണ്ടാക്കിയാണ്ട്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കിയ വീട്ടിലേക്ക് നേരെ പോകാം. കമോ. അപ്പോൾ കൂട്ടുകാരെ, നമുക്ക് വേണ്ട സാധനങ്ങൾ വളരെ കുറച്ചാണ്. ഇതുപോലത്തെ ഒരു പേപ്പർ റോളോ, ഒരു പ്ലാസ്റ്റിക് കുപ്പി നീളമുള്ളത്, പിന്നെ അതുപോലത്തെ ഒരു നീളമുള്ള എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ കോലുണ്ടെങ്കിൽ അത് എടുക്കാം. ഇല്ലെങ്കിൽ മരത്തിൻ്റെ കോലായാലും മതി. ഇല്ലെങ്കിൽ പേപ്പർ റോൾസ് തന്നെ ചുരുട്ടി നീളത്തിലാക്കിയിട്ട് അത് നമ്മുടെ പിടിയാക്കി എടുക്കാം. ഇതുപോലത്തെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡ്രസ്സൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സ്, ഷർട്ടൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ബോക്സ്, ആ ബോക്സിൻ്റെ മേന്നുള്ള പുറഞ്ചട്ടിയാണ് ഞാൻ ഇതുപോലെ വെട്ടിയെടുത്തേക്കണം കേട്ടോ. അത് രണ്ട് വശത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് അതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒരു ഫോം ഷീറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കാർഡ്ബോർഡ് തന്നെ ഇച്ചിരി കട്ടിയുള്ളതെടുത്ത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ മേളിലേക്ക് അതേപോലെ തന്നെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. റൈറ്റ് സൈഡിലും ഇതുപോലത്തെ തന്നെ ഒരു പേപ്പർ കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. ഞാൻ ഫോം ഷീറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ഇച്ചിരി പ്രൊജക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ മേളിലേക്ക് കുറച്ച് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്ത് വെക്കാം. ആക്രിലിക് പെയിൻറ്റിൻ്റെ തീർന്നു പോയിട്ടുള്ള ബോട്ടിലിൻ്റെ ക്യാപ്പാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഊരിയെടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുകളിലേക്കായിട്ട് നമുക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ കുറേ കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡ്രീംസ് ഓഫ് ഭദ്ര, വൈക പ്രകാശ്, ഭാവന, പാർവതി, പവിത്ര, റമീഷ്, റസാക്ക്, മെഹനാസ്, ഷഫ്ന, അനുഷ്ക, ഗായത്രി, ആര്യ, ഫാത്തിമ ആൻഡ് നഹീദ, ലന, മുംതാസ്, സ്വാതിക, അമൃത, വൈഗ, ഡി, സിയ, നീനു, അശോക്, സൽമ, ആയിഷ, ദിയ, സിൻബ, പിന്നെ ദിയ, റിൻഷ, അംന, ആദിത്യ, എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി കുറേ കൂട്ടുകാരുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്ക് ഓരോരുത്തരുടെ പേരൊക്കെ ഇതുപോലെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളത് ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ പുറകിലേക്ക് ഒന്ന് ഒരു സ്റ്റിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേപ്പർ അത്ര കട്ടിയില്ലാത്തതായതുകൊണ്ട് ജസ്റ്റ് താഴോട്ട് മടങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സ്റ്റിക്കും പുറകിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കാർഡ്ബോർഡാണ് ആ വൈറ്റ് പേപ്പറിൻ്റെ പരം ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പുറകിൽ ഇതുപോലെ വെക്കേണ്ട ആവശ്യമില്ല. നല്ല കട്ടിക്ക് തന്നെ ഇരുന്നോളൂ കേട്ടോ. ഇത് ലേശം കട്ടി കുറവായിട്ടാണ് ഞാൻ അതിൻ്റെ പുറകിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തേക്കണേ. ഇത് നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ആ ബോട്ടിലിൻ്റെ മേളിലേക്ക് ചെറിയൊരു ഡിസൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ക്രോസ് ആയിട്ട് ഇതുപോലെ ഒന്ന് ചെരിച്ചു വന്ന് ഇതുപോലെ ഒന്ന് ഹോട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഇനി ഹോട്ട് ഗ്ലൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മളെന്താ ചെയ്യുക, ഈ ഡിസൈന് പകരം വേറെ എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ടാണെങ്കിൽ റോളാണെങ്കിൽ പേപ്പർ റോളാണെങ്കിലും ചുരുട്ടിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് താഴേക്കും രണ്ട് പിടിമേക്കായാലും ഇതുപോലെ രണ്ട് പേപ്പർ റോൾ ചുരുട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ പിടിയും ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ച് ഡിസൈൻ വരച്ചേക്കണതിൻ്റെ ഗ്യാപ്പിലൊക്കെ നമ്മൾ ചെറിയൊരു ഡോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് 3D ഔട്ട്ലൈനർ വെച്ചിട്ട്. ഇനി 3D ഔട്ട്ലൈനർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള മുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ ആ മുത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്ത് ഭംഗിയാക്കി എടുക്കാം. അപ്പോൾ പുറമേ കുറച്ച് ടെക്സ്ചറൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്, വെറുതെ വട്ടത്തിലൊക്കെ വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളതിന് ഫുള്ളൊന്ന് ബ്ലാക്ക് കളർ പെയിൻറ്റ് അടിച്ചെടുക്കുവാണ്. നമ്മൾ ബ്ലാക്ക് കളറും സിൽവർ കളറും പിന്നെ മെറ്റാലിക്കിൻ്റെ ഷെയ്ഡും ഗോൾഡൻ പൗഡറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇതൊന്ന് ഭംഗിയാക്കി എടുക്കാൻ പോണേ. ഫൈനൽ ലുക്ക് കാണാൻ നല്ല രസമാണ്. കൂട്ടുകാരൊക്കെ കണ്ടോക്കി ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ ബോളിലൊക്കെ ഒരു ഡെക്കോറായിട്ട് റിച്ച് ലുക്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ടെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ ഇങ്ങനെ ക്രോസൊക്കെ ആയിട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ സിനിമയിലൊക്കെ കാണത്തില്ലേ, ഈ വീട്ടിലൊക്കെ ഇങ്ങനെ ക്രോസായിട്ട് വാളും പരിചയമൊക്കെ വെച്ചേക്കണേ, അതുപോലെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളത് സിൽവർ കളർ എടുത്തിട്ടാണ് അതിൻ്റെ ഷെയ്ഡിലൊക്കെ നമ്മുടെ വാള് തിളങ്ങി നിൽക്കണ പോലെ മൂർച്ചുള്ള രീതിയിൽ ഒന്ന് നന്നായിട്ട് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ചെറുതായിട്ട് ടച്ചപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മുടെ വേറെ കളറ് മെറ്റാലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ടും ഇതിൻ്റെ മേളിൽ കൂടി ഒന്ന് ജസ്റ്റ് എല്ലായിടത്തും ആക്കണ്ട, ജസ്റ്റ് ചില സ്ഥലത്തൊന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് നമ്മുടെ മെറ്റാലിക് കളേഴ്സും യൂസ് ചെയ്തിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഹായ് പറയാനായിട്ട് കുറേ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ളവർക്ക് നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് പറയാം. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ മേളിലേക്ക് മെറ്റാലിക് കളേഴ്സും ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതേ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്കൊരു വാള് മഴുവൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എൻ്റെ സൗണ്ടിന് കുറച്ച് പ്രശ്നമുണ്ട്, തൊണ്ടവേദനയാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഒന്ന് മാറിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡെക്കോറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാനത് എൻ്റെ വോളിൽ വെച്ച് കാണിച്ചു തരാം. ഇത് ഓൾറെഡി അതിൻ്റെ പിടിയും ഒരു ഹോൾ ഉള്ളതുകൊണ്ട് എനിക്ക് വേറൊരു ഹോൾ ഇടേണ്ട വന്നില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വേറെ എന്തെങ്കിലും ഒരു ഹോൾ ഇട്ടിട്ട് ഇതുപോലെ ഡെക്കോറേറ്റ് വെക്കാം കേട്ടോ. താങ്ക് യു.